മതി, എനിക്ക് നാണം വരും. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കുഞ്ഞപ്പാ, എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞപ്പൻ. അതെ ഗൈസ്, ഇന്ന് കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാരണം ബർത്ത്ഡേ ജനുവരി 26-ാം തീയതി ആയിരുന്നു. കുഞ്ഞപ്പന് പനിയൊക്കെ നമുക്ക് ആഘോഷിക്കാം. ഹെവി ചുമ. അച്ഛാ എനിക്കും പറ, എന്റെ കാര്യം പറ. പനിയും ചുമയും ജലദോഷവുമാണ് എല്ലാ വർഷവും. ഇപ്പൊ ഇത് സ്ഥിരമാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം പോലെ രണ്ടുപേർക്കും. കഴിഞ്ഞ വർഷത്തെ കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ വ്ലോഗ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എനിക്കും കുഞ്ഞപ്പനും ഒട്ടും വയ്യായിരുന്നു. അത് തന്നെ മൂക്കടപ്പ് ചുമ ജലദോഷം ഒക്കെയാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വ്ലോഗ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അയ്യോ, സത്യത്തിൽ കഴിഞ്ഞ വർഷത്തൊക്കെ ഞാൻ മറന്നുപോയി. വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ കഴിഞ്ഞ പ്രാവശ്യവും വയ്യായിരുന്നല്ലേ എന്ന്. രണ്ടുപേർക്കും തല നനച്ച് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. റിപ്പബ്ലിക് ഡേ എന്നായിരുന്നു കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ. അപ്പൊ എല്ലാരും ഷോർട്സ് ഒക്കെ കണ്ടു കാണും. അന്ന് ഞങ്ങളൊരു കുഞ്ഞു കേക്ക് വാങ്ങിച്ച് കുഞ്ഞപ്പനെ കൊണ്ട് മുറിപ്പിച്ചേട്ടോ. അന്നായിരുന്നല്ലോ ശരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വൈകുന്നേരം ഫുഡ് കറി ഞാൻ വെക്കും. ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, അത് വെക്കും. അപ്പം പൊറോട്ടയൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഉണ്ടാക്കാനുള്ള ത്രാണിയില്ല, വെള്ളവും ഇല്ല. അതാണ് പ്രശ്നം. കുഞ്ഞപ്പന് കുറെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇന്ന്. ഞാനും ചേട്ടനും കൂടി ഇന്നലെ രാത്രി ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഇരുന്ന് ഗിഫ്റ്റ് എല്ലാം പൊതിഞ്ഞ് വെച്ച് കേട്ടാ. അപ്പൊ പുള്ളിക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടെന്ന് തോന്നണല്ലേ എന്താണെന്ന്. എന്നാലും അവന് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ സർപ്രൈസ് സാധനങ്ങളുണ്ട് കേട്ടാ. ചായ കുടിച്ചിട്ട് വെള്ളം വെച്ച് നമുക്ക് ബാക്കി കറിയുടെ പ്രിപ്പറേഷൻസ്. രാവിലെ നല്ല ചൂടപ്പം ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. ഞാൻ രാത്രി 4 മണിക്കൊക്കെയാണ് ഇപ്പൊ ഉറങ്ങുന്നത്, ചുമ കാരണം. ഒട്ടും വയ്യായിരിക്കും. അപ്പൊ മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് രാവിലെ എണീക്കാനും താമസിച്ചു പോകുന്നു. അപ്പൊ ചേട്ടനും പറഞ്ഞു, എടി രാവിലെ ഒന്നും ഉണ്ടാക്കണ്ട, ഉണ്ടാക്കിയാലും കറി എല്ലാം ബാക്കി വരും. ഉച്ചക്കത്തേക്ക് നല്ല മീൻകറി ഇരിപ്പുണ്ട്, പിന്നെ രാത്രി നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പൊ കൂടുതലായിരിക്കും കറി. അപ്പൊ വെറുതെ രാവിലെ പലഹാരത്തിന് കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കി വരും. പിന്നെ അത് ചൂടാക്കി നടക്കാം. അതുകൊണ്ട് അപ്പം ഗ്രീൻ പീസ് കറിയും പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പൊ അതേ കുഞ്ഞപ്പനാണെങ്കിൽ രാവിലെ തന്നെ ഇരുന്ന് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞിടാ പൊട്ടിപ്പോവും, അവർ വരുമ്പോഴേക്കും ഇതെല്ലാം പൊട്ടും, കാരണം രാത്രിയല്ലേ പരിപാടി. അവൻ കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇരുന്ന് വീർപ്പിച്ച് കളിക്കട്ടെ എന്ന്. അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അതേ സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ബീഫ് കറി വെക്കാനുള്ള എല്ലാ സാധനവും ഞാൻ രാത്രി തന്നെ അരിഞ്ഞ് പൊളിച്ച് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചേട്ടൻ എന്നെ സവാളയൊക്കെ അരിഞ്ഞു തരാൻ സഹായിക്കുകയാണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ബീഫ് എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തു. ബീഫ് ഭയങ്കര വലിയ കഷ്ണം വേഗം ഭയങ്കര പാടായിരിക്കും കുക്കറിൽ. അപ്പൊ അരിഞ്ഞെടുക്കുമ്പോൾ വേഗം കണ്ടില്ലേ. അങ്ങനെ 2 കുക്കറിലാക്കിയാണ് ഞാൻ ബീഫൊക്കെ വേവിച്ചത്. അപ്പൊ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് ബീഫിലിടുന്നത്, ചേട്ടൻ്റെ അച്ഛന്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു 1/2 കിലോ ഇതും കൂടി വാങ്ങിച്ചോ, കിഴങ്ങും കൂടി വാങ്ങിച്ചോളാം. അങ്ങനെ കിഴങ്ങും ഒക്കെ അരിഞ്ഞിട്ടു. എൻ്റെ പൊന്നെ ടെൻഷൻ അടിച്ച് ഞാൻ ചത്തെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ബീഫ് കറി വെക്കുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവുമല്ലോ, എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് സംഭവം ഫ്ലോപ്പാവോ നല്ലതാവോ എന്നൊരു ടെൻഷൻ. അപ്പൊ അതേ അടിപൊളി ടാങ്കൊക്കെ കലക്കി വെച്ചു. എല്ലാവർക്കും വരുമ്പോൾ തന്നെ ദാഹമായിരിക്കുമല്ലോ, അപ്പൊ എപ്പോഴും ടാങ്ക് കലക്കി വെച്ചു. കറി റെഡിയായി. അപ്പോഴേക്കും എന്തേ വേവിച്ച് വെച്ച ബീഫ് അങ്ങോട്ട് എടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇനി എനിക്ക് എത്ര പേർക്ക് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി ശരിയായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറെ ലെവലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞില്ലേ, എനിക്ക് ഇത്രയും ബീഫ് കറി ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കണത്. ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതേ ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ വേപ്പിലയാണ്. അതിൽ നിന്ന് വേപ്പിൽ നിന്ന് 2 കറിവേപ്പില പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അവസാനമായി ഗാർണിഷ് ചെയ്യാല്ലേ ചേ. എന്ത് രസം, എന്ത് സുഖം. നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറെ കറി ഉണ്ടെന്നല്ലേ, കുറെ പേർക്ക് കഴിക്കാല്ലേ. ആ വാഴയില എടുത്തേ മൂടി വെക്കട്ടെ. നമുക്ക് വാഴയില വെച്ച് ഇത് മൂടി വെക്കാം. കുഞ്ഞപ്പാ ദേ, അതാണ് അമ്മോച്ച കറി. സീൻ കറി ആയിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. എല്ലാരും ഞെട്ടും. നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാൻ പോകണം. നാരങ്ങ ഒന്നും ഒഴിക്കണ്ട. നമുക്ക് ഈ വാഴയില വെച്ച് ഇതിങ്ങനെ മൂടി വെക്കാം. കുറച്ചേരം അവിടെ നിന്ന് ആവി പിടിച്ച് വെന്ത് സെറ്റാട്ടെ. അപ്പൊ അങ്ങനെ ഉച്ചയ്ക്ക് തുടങ്ങിയ ഞങ്ങളുടെ പണി വൈകുന്നേരം ആയപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് അമ്മേനെയും വിളിച്ചോണ്ട് വന്നേ. അച്ഛനൊക്കെ വരുമ്പോൾ ഒരു 7 മണി കഴിയുമെന്ന് പറഞ്ഞു. അച്ഛൻ അത്യാവശ്യമായിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും 7 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഞങ്ങൾ നേരത്തെ തന്നെ പോയി അമ്മേനെ വിളിച്ചോണ്ട് വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി. കുഞ്ഞപ്പോ കുറച്ചൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ബാക്കി വീർപ്പിച്ചു. കുഞ്ഞപ്പനി കുണുകുണ പറയണ വേറെ ഒന്നും അല്ല കേട്ടോ. ഫാൻ ഇട്ടപ്പോൾ ആ ബലൂൺസ് എല്ലാം പൊങ്ങിപ്പോയെന്നാണ് അവൻ ഈ പറയണത്. അത് പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടി കുറെ തലയണയും പിന്നെ എന്തുവാ കസേരയൊക്കെ കൊണ്ടുവന്ന് ആ ബലൂണിന്റെ ചുറ്റും അവൻ തന്നെ വെച്ച് കേട്ടാ. അങ്ങനത്തെ ചേട്ടന്റെ അനിയനും അനിയന്റെ കൂട്ടുകാരനാണ് വിഷ്ണു. അവന്മാർ 2 പേരും എത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മ അവർക്ക് ടാങ്ക് വെള്ളമൊക്കെ കലക്കിയത് കൊടുക്കുകയാണെ. നമ്മുടെ അക്വേറിയം ഡൈനിങ് ടേബിളിന്റെ അവിടെ നിന്ന് എടുത്ത് സൈഡിലേക്ക് ചേട്ടൻ നീക്കി വെച്ച് കേട്ടാ. കാരണം അല്ലെങ്കിൽ എല്ലാവർക്കും ഫുഡ് ഇരുന്ന് കഴിക്കാൻ ഇത്തിരി പാടല്ലേ. അപ്പൊ ഒരു സൈഡിലേക്ക് അക്വേറിയം നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ
ഞങ്ങൾ കാത്തിരുന്ന അവസാനം നമ്മുടെ കേക്കുമായിട്ട് ഇത്താ വന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഇത്താ ധൃതി പിടിക്കേണ്ട, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതി, എല്ലാവരും വന്നിട്ടേ കേക്ക് കട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ 2-3 വർഷമായിട്ട് കുഞ്ഞപ്പന് ഈ ഇത്തടയിൽ നിന്നാണ് കേട്ടോ കേക്ക് വാങ്ങിക്കുന്നത്. ചേർത്തലോട്ട് അരൂർ പള്ളി വരെ ഹോം ഡെലിവറി ഉണ്ട്, വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ. ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ വേണ്ടവർ വാങ്ങിക്കണേ. അടിപൊളി ടേസ്റ്റ് ആണ്. വന്നവർക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നു. അങ്ങനെ കുഞ്ഞപ്പ കാത്തിരുന്ന അവന്റെ മാളുച്ചിറ്റേം വന്നു. ചേട്ടന്റെ കൊച്ചിച്ചന്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവളുടെ കല്യാണമാണ് കേട്ടോ ഏപ്രിൽ. അപ്പൊ ഇതാണ് മാളൂസ്. മാളു ഗിഫ്റ്റും കൊണ്ട് വന്നപ്പോ തന്നെ ഇനിയുള്ള കുഞ്ഞപ്പന്റെ സ്നേഹപ്രകടനം കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം അവളൊരു തോക്കാണ് കൊണ്ടുവന്നത്. ഈ കുഞ്ഞപ്പന് തോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം അവളൊരു തോക്കും കൂടെ ഒരു ബാസ്കറ്റ് ബോളും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിന് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, സ്നേഹപ്രകടനങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞപ്പനെ ഡ്രസ്സ് ഇടിപ്പിക്കാൻ കൊണ്ടുവന്നു. മാളും ചേട്ടനും കൂടി ഒരുക്കാർ റൂമിൽ കയറിയതാണ്. അതെ, ഇതാണ് കുഞ്ഞപ്പന്റെ പുതിയ ജീൻസ് ഷർട്ടും കേട്ടോ. നല്ല അടിപൊളി ഒരു ഷർട്ടും ജീൻസും ആണ്. അപ്പൊ കുഞ്ഞപ്പ റെഡിയായി വന്നപ്പോഴേക്കും ചേട്ടൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. അത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ കേക്ക്, അല്ലെങ്കിൽ ഇവൻ അത് ശരിയാക്കി എടുക്കും. അപ്പൊ ചെന്നിരുന്നപ്പോ തന്നെ തൊടാനും നക്കാനും ക്രീം നക്കി തിന്നാനും ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പൊ കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി തരും. ഞാൻ നമ്പർ കൊടുത്തേക്കാം, വേണ്ടവർ വാങ്ങിച്ചോളേ. അപ്പൊ സന്തോഷമാണ് എല്ലാരും വന്നിട്ട്. എന്താ എല്ലാവരോടും പറയാനുള്ളത്? ഏറ്റവും ചെറുതാരാണ് അവർക്ക് കൊടുക്കുള്ളൂ. കണ്ടല്ലോ, ആദ്യം കുഞ്ഞപ്പൻ കേക്ക് കൊടുത്തത് ശ്രീഹരിക്കാണ്. ശ്രീഹരി കുഞ്ഞപ്പന്റെ ഏറ്റവും ചെറിയ കൊച്ചിച്ചനാണ് കേട്ടോ. അപ്പൊ എല്ലാ പ്രാവശ്യവും കുഞ്ഞപ്പൻ അങ്ങനെയാണ് കേട്ടോ. എന്റെയോ ചേട്ടന്റെയോ വായിലൊന്നും അല്ല വെച്ച് തന്നത്. അവിടെ ആര് നിൽക്കുന്നതിൽ അവരിൽ ഏറ്റവും ചെറിയ ആളാണ് ആ ആൾക്കേ വെച്ച് കൊടുക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വേറൊരു കസിൻ ഉണ്ടായിരുന്നു, അബിക്കുട്ടന്റെ വായിലാണ് കുഞ്ഞപ്പൻ വച്ച് കൊടുത്തത്, കാരണം അവനായിരുന്നു ഏറ്റവും ചെറുത്. ഇത്തവണ ഏറ്റവും ചെറുത് ശ്രീഹരിയാണ്. അങ്ങനെ ശ്രീഹരിയുടെ വായി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞതേ ശ്രീകുട്ടൻ. ഇത് ശ്രീകുട്ടനാണ്, ശ്രീഹരിയുടെ ചേട്ടനാണ്. ഇത് അമ്മ, അച്ഛൻ, പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് അവന് കൊടുക്കാൻ തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അവിടെ നിന്ന് എല്ലാവർക്കും ഏകദേശം അവൻ കൊടുത്തു കേട്ടോ. അപ്പൊ ഉണ്ണിക്കൊച്ചിനാണ് പറഞ്ഞത്, അച്ഛനും അമ്മക്കും കൊടുത്തില്ലല്ലോ കുഞ്ഞപ്പാന്ന്. അപ്പൊ ഉടനെ എന്റെ അടുത്ത് നേരെ നീട്ടി. അപ്പൊ ഞാൻ ചുമ്മാ അവരെ ഇട്ടത് വട്ടാക്കിയതാണ്. അത് കഴിഞ്ഞത് ഇത് മാളു കൊടുത്തു, പിന്നെ അജയ് കൊടുത്തു. അജയ് ചേട്ടന്റെ സ്വന്തം അനിയനാണ് കേട്ടോ. ഇതാണ് അജയ്. അപ്പൊ അജയ് കൊച്ചിന് കൊടുത്തു. പിന്നെ നമ്മുടെ വിഷ്ണുവിന്, അജയുടെ കൂട്ടുകാരനാണ് ഇവൻ വിഷ്ണു, മാളൂസിന് കൊടുത്തു. പിന്നെ ഉണ്ണിക്കൊച്ചിൻ, ഇത് അച്ഛന്റെ ഏറ്റവും ഇളയ അനിയനാണ് കേട്ടോ ഉണ്ണിക്കൊച്ചനാണ് പറഞ്ഞത്, എടാ അച്ഛനും അമ്മക്കും കൊടുക്കാത്ത എന്താടാന്ന് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഇത് അച്ഛന്റെ വേറൊരു അനിയനാണ് തമ്പിക്കൊച്ചിന്റെ മകളാണ് മാളുവിന്റെയാണ് കല്യാണം, ഞാൻ പറഞ്ഞില്ലേ. ഇത് വേറൊരു കൊച്ചിച്ചൻ, ഈ ഓറഞ്ച് ഷർട്ട് ഇട്ടിരിക്കുന്ന സന്തോഷ് കൊച്ചിച്ചന്റെ മോനുണ്ട് വിഷ്ണു. അവൻ പക്ഷേ ഇല്ല കേട്ടോ, അവൻ ദൂരെ ജോലിക്ക് പോയതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഫാമിലി മാത്രം, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പേരാകുമ്പോൾ തന്നെ നമ്മൾ കുറെ പേരായല്ലോ. അപ്പൊ ഇതൊക്കെ ഈ അച്ഛന്റെ അനിയന്റെ ഭാര്യമാരാണ്. വിജിച്ചിറ്റ, വനജ കുഞ്ഞമ്മ, എല്ലാവരും അച്ഛന്റെ അനിയന്റെ ഭാര്യമാരാണ്. കുഞ്ഞപ്പനെ നേരത്തെയുള്ള വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. കുഞ്ഞപ്പൻ നേരത്തെ നമ്മൾ ചേട്ടന്റെ വീട്ടിലായിരുന്നു. അപ്പൊ എപ്പോഴും കുഞ്ഞമ്മയുടെ കടയിലേക്ക് ഓടിപ്പോയി ഓരോ സാധനങ്ങളൊക്കെ പിറക്കിയെടുക്കുന്നത്.
ചെറുതിലെ ആ കുഞ്ഞമ്മ തന്നെ. ഇത് സ്മിതാൻറ്റി അച്ഛന്റെ ഒരു അനിയന്റെ ഭാര്യയാണ് കേട്ടോ. അപ്പൊ സ്മിതാൻറ്റി നമ്മുടെ ഇപ്രാവശ്യം പഞ്ചായത്തിൽ നിന്നിട്ട് ഇലക്ഷന് നിന്നിട്ട് ജയിച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ വാർഡിലെ മെമ്പറാണ് കേട്ടോ ആന്റി. അങ്ങനെ എല്ലാരും കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ കേക്കിന്റെ അകത്തുള്ള ആ റെഡ് സാധനം എടുത്ത് കഴിച്ചു നോക്കിയത്. എനിക്ക് എപ്പോഴും അബദ്ധം പറ്റും, ഞാനത് കഴിക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചെടുത്ത് കഴിക്കുന്നതാണേ. ഇതിനു മുമ്പ് കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതുപോലെ എടുത്ത് കടിച്ചായിരുന്നു, അത് കഴിക്കാൻ പറ്റൂല ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് കേക്ക് ഓരോ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞാൻ സപ്ലൈ തുടങ്ങി, എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. നല്ല സൂപ്പർ കേക്കാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. കുറെ പേരൊക്കെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ട, കാരണം എല്ലാവർക്കും വേറെ വേറെ പരിപാടിയുണ്ട്, ഞായറാഴ്ച ദിവസമാണ്. പിന്നെ വെറുതെ നമ്മൾ എല്ലാവരെയും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ മാത്രമായിട്ട് നടത്തിയത്. അപ്പോൾ കുഞ്ഞപ്പൻ ചെന്നിട്ട് ഇതേ കേക്കൊക്കെ എടുത്ത് സ്പൈഡർമാനെ ഹൽക്കിനെയൊക്കെ അതിൻ്റെ അകത്ത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തേ. അപ്പൊ നോക്കുമ്പോ കുഞ്ഞപ്പൻ അവന്റെ വിഷ്ണു കൊച്ചിനെ വീഡിയോ കോൾ ചെയ്യണേ. കുഞ്ഞമ്മയുടെ മോനാണ് കേട്ടോ വിഷ്ണു. അപ്പൊ അവൻ പറഞ്ഞായിരുന്നു കേക്ക് മുറിക്കാൻ നേരത്ത് വീഡിയോ കോൾ ചെയ്യണമെന്ന്. പക്ഷെ അപ്പൊ കുഞ്ഞമ്മ പറയാൻ മറന്നുപോയി. പിന്നെ കേക്ക് മുറിച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തത്. ദൂരദർശിനി എങ്ങനെയുണ്ട്? അന്ന് പറയുന്ന അല്ല അടുത്ത പൊട്ടിക്കണം. എന്താ നോക്കാം, ഹെൽപ്പ് ചെയ്യണം. നോ പ്രോബ്ലം. ഞാനിന്നലെ ചേട്ടനോട് പറഞ്ഞു, ഇത് അച്ചാമ്മയുടെ ഗിഫ്റ്റ് ആണ് കേട്ടാ, ഇത് അച്ചാമ്മയുടെ ഗിഫ്റ്റ് ആണ്. എന്റെ പൊന്നേ, പക്ഷെ അതവന് ഓർക്കണില്ല, 1 വയസ്സിലൊക്കെ അവന് പൊട്ടിക്കാനുള്ള അടുത്തത് എന്താവോ. പൊട്ടിച്ചു നോക്കില്ലല്ലോ. പൊടി ആ വാങ്ങി കൊടുക്കണം, അടുക്കള വാങ്ങും. സൂപ്പർ. കാറിന്റെ പേരാണത്, ഹോട്ട് വീൽസ് ആയിരിക്കുമോ? വല്ല കാർ വല്ലതും ആയിരിക്കുമോ? ഹോട്ട് വീൽസ് ആയിരിക്കും കുഞ്ഞപ്പന് തോന്നുന്നത്. കുഞ്ഞപ്പൻ സഹായത്തിൽ ലൈഫ് ലൈൻ ആളത്തെ അപ്പച്ചട്ടി, കുഞ്ഞപ്പൻ അപ്പച്ചട്ടി, അപ്പച്ചട്ടിയാണ്. കുഞ്ഞപ്പന് അപ്പം ചുടാൻ അപ്പച്ചട്ടി. എന്നാ അപ്പച്ചട്ടി അപ്പച്ചട്ടി ഒരുപാട് വെച്ച് ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പച്ചട്ടി കുഞ്ഞപ്പനൊരു അപ്പച്ചട്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ് കേസ്. അവനത് ആ തുറക്കാം. അല്ലടാ നമുക്ക് അപ്പൊക്കെ ഉണ്ടാക്കല്ല. അപ്പച്ചട്ടി അപ്പച്ചട്ടി ബബിള് ബബിൾ ഗണ്ട്. ഇനി ഇവിടെ നിറച്ച് കൊള്ളാം. ഇതൊക്കെ കൊള്ളാം. ആ
കാലേ കുത്തിക്കും, കളിപ്പടം കാലേ കുത്തിക്കും. അതൊന്നും ഓടിച്ചു നോക്കിയേ. അതുപോലെ ലൈറ്റ് അതൊന്നും ഓടിച്ചു പവറുണ്ടല്ലേ. അന്ന് ഇങ്ങനെ ഓരത്തിട്ട് അത് പൊട്ടല്ല. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ കുഞ്ഞപ്പൻ്റെ ഗിഫ്റ്റുകൾ. നമ്മൾ രാത്രി ഞാൻ പറഞ്ഞില്ലേ പൊതിഞ്ഞ് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ ബാറ്റും ബോളും അത് ഭയങ്കര വലുതായതുകൊണ്ട് അവനെ കാണാണ്ട് ഞങ്ങൾക്ക് അത് ഒളിപ്പിച്ച് വെക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് അവൻ അത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നേ. ബാക്കിയൊന്നും പുള്ളിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതേ ചിറ്റ അവൻ ആ ബബിൾ ഗണ്ണിൻ്റെ ആ ഒരു എന്താ പറയുക ലിക്വിഡ് തുറന്നിട്ട് ചിറ്റ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അവൻ അപ്പം തന്നെ ആ ബബിൾസ് ഉണ്ടാക്കി കളിക്കണമെന്ന്. അങ്ങനെ ചിറ്റയും കുഞ്ഞപ്പനും കൂടി ബബിൾ ഉണ്ടാക്കി കളിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല രസമാണ്. ഇവൻ ഈ മറൈൻ ഡ്രൈവിൽ ഫോട്ടോ കൊച്ചിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ കാറിലിരിക്കുമ്പോഴേക്കും എവിടെയെങ്കിലും എടപ്പള്ളിയിൽ വല്ല ബ്ലോക്കൊക്കെ വരില്ലേ, അപ്പോൾ ബ്ലോക്കിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഈ വഴി കൂടി പോകുന്ന ഈ ഹിന്ദിക്കാർ കച്ചവടക്കാരുണ്ടല്ലോ, അവർ ഈ സാധനം കൊണ്ടുവന്ന് നമ്മുടെ കാറിലിട്ട് ഇങ്ങനെ ചില്ലിലിട്ട് അടിക്കും വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഈ സാധനം ഓർത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ വാങ്ങിച്ചത്. നല്ല രസമാണ് കാണാൻ. അത് കഴിഞ്ഞതേ ഒരു പാക്കറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചേട്ടനെടുത്ത് തന്നാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനെ അച്ഛനും ചേട്ടൻ്റെ അച്ഛൻ്റെ വകയാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും കൂടി. അപ്പോൾ ടീഷർട്ടുകളും പാനാണ് നിക്കറുകളും ഒക്കെയാണ് കേട്ടോ. 2-3 ജോഡിയുണ്ട് ടീഷർട്ടും നിക്കറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവനാണെങ്കിൽ ഈ ബബിൾ വിട്ട് കളിക്കണതിൻ്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മാള് വാങ്ങിച്ചെന്ന ബാസ്കറ്റ് ബോൾ കളിയായിരുന്നു. എല്ലാവരും മാറി മാറി നല്ല കളിയായിരുന്നു കേട്ടോ. ഇതുപോലെയുള്ള ടോയ്സ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് സമയം പോണത് അറിയത്തില്ല. ഒരാൾക്ക് തന്നെയല്ല പലർക്ക് കളിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ വേറെ ടോയ്സ് ഒക്കെ അവന് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ഈ ബാസ്കറ്റ് ബോൾ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അങ്ങനെ മാറി മാറി എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ തീരുമാനമായി. ചായയൊക്കെ വെച്ചു അവിടെ. അപ്പോഴാണ് എന്നോട് ചിറ്റമാരൊക്കെ പറയുന്നത്, എന്തിനാണ് കൊച്ചേ ചായ വെച്ചത്, ചായയുടെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന്. എല്ലാവരും വിയർത്ത് കുളിച്ചൊരു പരുവായിട്ട് നിൽക്കുകയാണേ. കുടിവെള്ളം മതിയായിരുന്നല്ലോ എന്ന്. അപ്പോൾ കുടിവെള്ളം ഞാൻ 2 കലത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്നാലും ചായ വേണ്ടേ ചിറ്റേ. അപ്പോൾ ആ ചായ കുറേ ബാക്കി വന്നു കേട്ടോ. ആരും ചായ അധികം കുടിച്ചില്ല. അങ്ങനെ എല്ലാവരും പൊറോട്ടയും ബീഫ് കറിയും കഴിക്കുകയാണ്. കുഞ്ഞപ്പനാണെങ്കിൽ വിയർത്ത് കുളിച്ചൊരു പരുവായിട്ട് ഉടുപ്പെല്ലാം ഊരിക്കളഞ്ഞ് കേട്ടാ. എൻ്റെ ശ്രീകുട്ടൻ്റെയും ശ്രീഹരിയുടെയും കൂടെ കഴിക്കാനിരിക്കുകയാണ്. അപ്പം അപ്പം വേണ്ടവർ അപ്പം എടുത്തു, പൊറോട്ട വേണ്ടവർ പൊറോട്ട എടുത്തു. ഒരുപാട് അപ്പം പൊറോട്ടയും ബാക്കി വന്നു കേട്ടോ. കാരണം കൂടുതൽ വാങ്ങിച്ചായിരുന്നു, ആർക്കും തികയാതെ വരരുതെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഏറ്റവും അവസാനം ഞാനും ചേട്ടനും കഴിച്ചു. അങ്ങനെ ബാക്കി വന്ന പൊറോട്ട അപ്പം എല്ലാം ഞാൻ അമ്മക്കും ചിറ്റമാർക്കും ഒക്കെ പൊതിഞ്ഞു കൊടുത്തു വിട്ടു കേട്ടാ. കാരണം ഇത്രയും പൊറോട്ട അപ്പോൾ നമുക്ക് എന്തിനാകെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ബീഫ് കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും ഇടി അടിപൊളിയാണെന്ന് പറഞ്ഞേ. മാളുവാണെങ്കിൽ അവളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം എന്നെ കൊണ്ട് ബീഫ് കറി വെപ്പിക്കാമോ, വേറെ ആളെ വെക്കേണ്ടല്ല, ഇവളെ കൊണ്ട് വെപ്പിച്ചാൽ മതിയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ശരിക്കും ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇറങ്ങി. അപ്പം ചേട്ടൻ കൊണ്ടുപോയി ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മയൊക്കെ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഇനി ഇവിടെ ഇത്രയും പണിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തനിയെ പോയി. അപ്പൊ കുഞ്ഞപ്പൻ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്നൊക്കെ വായുവല്ലേ, എന്ത് സെലിബ്രേഷൻ ആണ്, ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്ഷീണിച്ച് വിയർത്ത് കുളിച്ച് കുഞ്ഞപ്പൻ ഒരു പരുവായിട്ട് ഇരിപ്പുണ്ടല്ലേ. ഹാപ്പി ആയി കുഞ്ഞപ്പ? എല്ലാരും വന്ന് ഹാപ്പി ആയോ? അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാരും വന്നാൽ കൈകൊട്ടണം. കേക്ക് മുറിക്കുമ്പോൾ എല്ലാരും കൈകൊട്ടാൻ കുറെ പേര് വേണം. കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടില്ലേ കുഞ്ഞപ്പൻ ഒരു ഷൂ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ കുഞ്ഞപ്പൻ അത് ബാറ്റും ബോളും ആണെന്ന് വിചാരിച്ചിരുന്നിട്ട് അവസാനം ഷൂ ആണെന്ന് കണ്ടപ്പോൾ അവന് സങ്കടമായി. അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു, ചേച്ചി അവന് ബാറ്റും ബോളും വാങ്ങിച്ചു കൊടുത്ത്
എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതേ നല്ലൊരു അടിപൊളി ബാറ്റാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. ഇതിന്റെ ബോൾ എന്താ ആണോ? അപ്പൊ അതേ നല്ലൊരു ബാറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞപ്പനെ ആദ്യമായിട്ടാണെന്നോന്നല്ലേ ഇത്രയും കുഞ്ഞു 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 ടോയ്സ് ആണെങ്കിലും ഒരുപാട് ടോയ്സ് ആദ്യമായിട്ടാണ് ഇത്രയും ടോയ്സ് കിട്ടുന്നത് അല്ലേ കുഞ്ഞപ്പാ? കാർട്ടിന്റെ അപ്പൊ ഈ ഒരു വ്ളോഗ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.